you so much. Firstly, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രീതി. ഇതെൻ്റെ ആദ്യത്തെ മലയാളം സിനിമ. സോ വളരെ സ്പെഷ്യലാണ്. മലയാളം കുറച്ച് അറിയാം, പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്. സോ ആക്ച്വലി കൊച്ചി ഞാൻ ഇതിക്ക് മുന്നിൽ വന്നതില്ല. ഇതാണ് ഫസ്റ്റ് വിസിറ്റ് ടു കൊച്ചി ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് അത് ബൾട്ടി പ്രൊമോഷൻസ്ക്കാக വന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ബൾട്ടി എല്ലാവരും പറയുന്നത് വളരെ ഹെക്റ്റിക് സ്ട്രെസ്ഫുള്ളാണ്, പക്ഷേ ഒരു ഫൺ ആൻഡ് വെരി ലൈക്ക് സ്പോർട്ടീവ് ഫിലിം. ആൻഡ് ഞാൻ ഇതിലൊരു പാട്ടായിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ആൻഡ് നൗ ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് മലയാളം സിനിമ, ഐ എം റിയലി ഹാപ്പി ടു ബി ഹിയർ. ആൻഡ് അതുക്ക് ഒരു പെരിയ താങ്ക്സ് ടു മൈ ഡയറക്ടർ ഉണ്ണിച്ചേട്ട and to my producers Vinu sir and Santosh sir for having faith in me. ഞാൻ പറയൂ എനിക്ക് മലയാളം അറിയില്ല, but still I'll try my best. And Unnicheta was very confident. He said no problem, start learning Malayalam. So dialogues ella പഠിച്ചിട്ട് മലയാളം and the process ഉണ്ട്, but you know Malayalam inno. So but yeah, I'm really happy to be here and working with such a wonderful team. என்னோட co-actors எல்லாரும் மேம் நான் வந்த உடனே உங்களை பார்த்துட்டு ஐயோ பூர்ணிமா மேம் அந்த ஆன் ஸ்க்ரீன் വളരെ ഡിഫറെൻ്റാன ക്യാരക്ടർ ബൾട്ടിയിൽ. സോ എല്ലാവർക്കും ഒരു ഡിഫറെൻ്റാன ഗെറ്റപ്പ് ആൻഡ് ഡിഫറെൻ്റാன റോൾ ഉണ്ട്. സോ അത് ഓഫ് സ്ക്രീൻ பார்க்கும்போது ஐயோ அவங்களா நினைச்சேன். So but it was wonderful working with this such a such a passionate team, I would say. എല്ലാവരും ഭയങ്കര എഫേർട്സ് put in the movie ചെയ്തു. So ഇന്ന് ട്രെയിലർ ലോഞ്ച് ഉണ്ട്. So I really hope you all like it. This is made with a lot of passion, efforts, and ഞാൻ മലയാളം സിനിമയിലെ இந்த ടീമിലെ ഞാൻ കണ്ടു വളരെ പാഷൻ ഉണ്ട് towards their craft and for movies, you know. So this is, you know, one such film and I'm really happy to be a part of it. So I really hope trailer എല്ലാവർക്കും പിടിക്കും. ആൻഡ് സെപ്റ്റംബർ 26 ബൾട്ടി റിലീസാണ്. പ്രസ് മീഡിയ നിങ്ങളുടെ സപ്പോർട്ട് വളരെ മുഖ്യമാണ്. സോ സെപ്റ്റംബർ 26 നിങ്ങൾ സിനിമ കണ്ടിട്ട് പ്ലീസ് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഷീസ് ആൻ ആക്ട്രസ്, ഷീസ് ആൻ അമേസിംഗ് ഹോസ്റ്റ്. നമ്മളെല്ലാവരും കണ്ട് വളരെയധികം ആരാധിച്ചെടുത്ത ഒരു ഹോസ്റ്റാണ്, ആങ്കറാണ്. ആൻഡ് ലൈക്ക് ഷീസ് ആൻ അമേസിംഗ് ഓൺടർപ്രന്യൂർ, ലൈക്ക് ലോട്ട് ടു ആഡ്. സോ പ്ലീസ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ ഈ ചടങ്ങ് കവർ ചെയ്യാൻ വന്നതിൽ എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ബൾട്ടി എന്ന ചിത്രം ഞാൻ കാണുന്നത് ഉണ്ണിയുടെ കണ്ണിലൂടെയാണ്. ഉണ്ണിയാണ് ആദ്യം എന്നെ ഈ സിനിമയുടെ കഥ പറയാനും ആ കഥയിലൂടെയാണ് ഞാൻ കുമാരനെയും ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും എങ്ങനെയാണ് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ ആ റീഡർ ക്യാരക്ടേഴ്സിലോട്ട് ഇറങ്ങിച്ചെല്ലേ, അതുപോലെയാണ് ഉണ്ണി എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീമ എന്ന് പറയുന്ന കഥാപാത്രമാണ് ചേച്ചി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് ഉണ്ണിക്ക് സംസാരിക്കാൻ അവസരമുള്ള സമയത്ത് ഉണ്ണി ചിലപ്പോൾ പറയുമായിരിക്കും, ഞാൻ ഉണ്ണിയോട് അങ്ങോട്ട് ചോദിച്ചത് ആയുഷ്യൂർ ഉണ്ണി ചേച്ചി അവിടെ വന്നിരുന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഈ ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ ഇറങ്ങി വന്നത്. ബട്ട് നേരത്തെ ശന്തനും ഷീനും പറഞ്ഞ പോലെ തന്നെ അതിനോട് ചേർത്ത് വെക്കാൻ എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ വളരെ അധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെൻവസ് ആയിട്ടുള്ള കുറേ നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നു അത്. പക്ഷെ ഒരു ടീം എങ്ങനെ ഒരുമിച്ച് നിന്ന് ഇത് കവർ ചെയ്യും എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി. 7-8 രാത്രികളൊക്കെ കണ്ടിന്യൂസ്ലി ഷൂട്ട് പോയിട്ട് രാവിലെ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. നമുക്കൊക്കെ പിന്നെയും കുറച്ച് റിലാക്സ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അത്രയും ഫിസിക്കലി കൂടെ, കാരണം ഇവര് കബഡി മാച്ചും അത് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ റിഹേഴ്സൽ എടുക്കും, ഡേ ആൻഡ് നൈറ്റ്, തിരിച്ചു പോയി ഷൂട്ട് ചെയ്യും, ഡേ ആൻഡ് നൈറ്റ്, അങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസം ഷൂട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇന്റൻസ് ആയിട്ടുള്ള സീൻസ് ചെയ്യുകയും. ഐ തിങ്ക് ആ പ്രോസസ്സാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത്. അതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചത് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം നന്ദി പറയുന്നത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന, ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സന്തോഷിനോടും വിനുവിനോടുമാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് സ്പെഷ്യലി ടു ദ ഹോൾ ടീം, സ്പെഷ്യലി ടു യു ഉണ്ണിയും ഉണ്ണിയുടെ ടീമും. ശരിക്കും അവരുടെ ഒരു സ്ട്രെങ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പാഷനറ്റ് ആവും ഈ സിനിമയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആൻഡ് ദെൻ ബിഫോർ ഐ ക്ലോസ്, സ്പെഷ്യലി ടു ദ കമൻഡബിൾ കാസ്റ്റ്. എനിക്കൊന്ന് ഈ സിനിമയുടെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്
ആ ഓരോ പേരുകളാണ്. ഞാൻ ഓരോ ദിവസവും ചോദിക്കാം, ഇന്ന് എനിക്ക് ആരുടെയാണ് കോമ്പിനേഷൻ ഉള്ളത്, ഇന്ന് എനിക്ക് ഇവരെ കാണാൻ പറ്റുമോ, ഇന്ന് ഇവരോട് വർക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടാവുമോ. അതും ഒരു ചെറിയ സീനാണെങ്കിൽ പോലും അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ സെറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ ഈ സിനിമയെ നോക്കുന്നത്. അതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് തീർച്ചയായിട്ടും ഇത് മറികടക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.